ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു ആരോറൂട്ട് ബിസ്ക്കറ്റ് വെച്ച് ഒരു കേക്കോ അല്ലെങ്കിൽ പുഡിങ്ങോ ഉണ്ടാക്കിയാലോ. കേക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അത് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സ്പൂൺ വെച്ച്. അപ്പോൾ ആദ്യമേ തന്നെ പാക്കറ്റിൽ വെച്ച് പൊട്ടിക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് അതൊരു സ്പൂൺ വെച്ച് കുത്തി കുത്തി പൊട്ടിക്കാൻ നോക്കുകയാണ്. കുറച്ചൊക്കെ പൊടിഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അത് കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പാലൊഴിച്ച് നമുക്കതൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടും. കുറച്ച് പാലൊഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം. അത്യാവശ്യത്തിന് ബിസ്ക്കറ്റുകൾ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ടോ നല്ല പാത്രത്തിലെടുത്ത് നല്ലപോലെ തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലാവുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ മറ്റേ ബേക്കിംഗ് സോഡ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടുന്നില്ല. ജസ്റ്റ് പാലും ബിസ്ക്കറ്റും പഞ്ചസാരയും മാത്രം ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ആ പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററി ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം സൈഡിലൊക്കെ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും. അതിന് ശേഷം നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഇറക്കി കൊടുക്കുക. നല്ലതുപോലെ നേരെ ലെവലിൽ ഇറക്കി കൊടുക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് മൂടി വെച്ച് ഒരു 30 മിനിറ്റത്തോളം വേവിക്കാൻ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 30 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞ് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കലീൻ്റെ ഒരു ഇതോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് അത് ക്ലീനായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് വെന്തിട്ടുണ്ട്. അതല്ല ചെറിയൊരു ഇതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, മാവിൻ്റെ ഒരു ഇത് സ്പൂണിൽ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ വേവാനായിട്ട് വെക്കുക. അപ്പോൾ എൻ്റെ വെന്തിച്ചിട്ട് അന്നേരം നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മുറിച്ച് കാണിച്ചിട്ട് നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.